ഡെയിലി കറന്റ് അഫയേഴ്സ് 2026 ഓഗസ്റ്റ് 18 ചൊവ്വ. ചോദ്യം 1. 2026 ഓഗസ്റ്റ് 17 ഇന്ത്യയും അർമേനിയയും പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ധാരണാപത്രം ഏത് മേഖലയിലാണ്? ഉത്തരം: പ്രതിരോധ ഗവേഷണം, വികസനം, നവീകരണം, സംയുക്ത ഉൽപ്പാദനം. അർമേനിയയുടെ തലസ്ഥാനമായ യെരവാനിൽ വെച്ചാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ വ്യവസായ മേഖലയിൽ ഈ ധാരണാപത്രം ഒപ്പുവെച്ചത്. ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും അർമേനിയൻ ഹൈടെക് ഇൻഡസ്ട്രി മന്ത്രി ദാവിദ് തദേവോസ്യാനും തമ്മിലാണ് കരാർ ഒപ്പുവെച്ചത്. പ്രതിരോധ സാങ്കേതികവിദ്യയിലെ ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഇരു രാജ്യങ്ങളും ചേർന്ന് സംയുക്ത ഉൽപ്പാദനം നടത്തുകയാണ് ലക്ഷ്യം. ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും തന്ത്രപ്രധാനമായ വ്യവസായ സഹകരണത്തിനും ഇത് വഴിയൊരുക്കുന്നു. ചോദ്യം 2. 2026 ഓഗസ്റ്റ് 17 മുതൽ 21 വരെ ഇന്ത്യയിൽ നടക്കുന്ന 7ാമത് ബ്രിക്സ് ICT വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിന്റെ വേദി ഏതാണ്? ഉത്തരം: പൂനെ, മഹാരാഷ്ട്ര. കേന്ദ്ര ടെലികോം മന്ത്രാലയമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. തീം: ഇന്നോവേറ്റ്, കോഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫോം ICT ഫോർ എ റെസിലിയന്റ് ഫ്യൂച്ചർ. ഇതിനോട് അനുബന്ധിച്ച് ഓഗസ്റ്റ് 20 ഡിജിറ്റൽ ബ്രിക്സ് ഫോറം ആൻഡ് എക്സ്പോയും ഓഗസ്റ്റ് 21 12ാമത് ബ്രിക്സ് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രിമാരുടെ യോഗവും പൂനെയിൽ വെച്ച് നടക്കുന്നു. ചോദ്യം 3. 2026 ഓഗസ്റ്റ് 17 ഇലക്ട്രോണിക്സ് കോമ്പോണന്റ്സ് മാന്യുഫാക്ചറിംഗ് സ്കീമിന് കീഴിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച പദ്ധതികളുടെ എണ്ണം എത്ര? ഉത്തരം: 31 പദ്ധതികൾ. ഈ 31 പുതിയ പദ്ധതികളിലൂടെ മാത്രം 7,877 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 9,588 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. ചോദ്യം 4. 2026 ഓഗസ്റ്റ് 17-18 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടന്ന PSB കോൺഫ്ലുവൻസ് 2026 സംഘടിപ്പിച്ചത് ഏത് വകുപ്പാണ്? ഉത്തരം: ധനമന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസസ് DFS. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി, DFS സെക്രട്ടറി സഞ്ജയ് ലോഹിയ എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു. ചോദ്യം 5. ഏഷ്യൻ ജൂനിയർ ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2026 ഓപ്പൺ വിഭാഗം സ്വർണം നേടിയ ഇന്ത്യൻ താരമാര്? ഉത്തരം: വിഘ്നേഷ് വെർമുല. വേദി: മുംബൈയിലെ ITC മറാഠ ഷെറട്ടൺ. മത്സരത്തിൽ 23ാം സീഡായി മത്സരം ആരംഭിച്ച വിഘ്നേഷ് മികച്ച പ്രകടനത്തിലൂടെയാണ് ഒന്നാമതെത്തിയത്. ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യയുടെ തന്നെ ശരണാർത്ഥി വീരേഷ് വെള്ളിയും നന്ദീഷ് VS വെങ്കലവും നേടി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇന്ത്യയുടെ ശരണ്യ ദേവി സ്വർണം നേടി. ചോദ്യം 6. 2026 ഓഗസ്റ്റ് 18 കാവേരി ജലവുമായി ബന്ധപ്പെട്ട് കർണാടകയോട് സുപ്രീം കോടതി പാലിക്കാൻ നിർദ്ദേശിച്ച അതോറിറ്റിയുടെ പേര് എന്താണ്? ഉത്തരം: കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി CWMA. തമിഴ്നാട്ടിലേക്ക് തുറന്നുവിടേണ്ട കാവേരി ജലത്തിന്റെ അളവ് സംബന്ധിച്ച് കർണാടകയും തമിഴ്നാടും തമ്മിൽ നിലനിൽക്കുന്ന തർക്കത്തിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി തമിഴ്നാടിന് അനുവദിച്ച കൃത്യമായ അളവ് വെള്ളം വിട്ടുനൽകാൻ കർണാടക ബാധ്യസ്ഥരാണെന്നും അതോറിറ്റിയുടെ തീരുമാനങ്ങളിൽ ഇടപെടാൻ താൽപ്പര്യമില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കാവേരി നദീജല തർക്ക പരിഹാരത്തിനായി 2018 കേന്ദ്ര സർക്കാർ കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിച്ചത്. കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നീ സംസ്ഥാന, കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇതിലെ പങ്കാളികൾ. ചോദ്യം 7. 2026 ഓഗസ്റ്റ് 12 മുതൽ 27 വരെ കർണാടക പ്രതിദിനം എത്ര ക്യൂസെക്സ് കാവേരി ജലം വിട്ടുനൽകണമെന്നാണ് നിർദ്ദേശം? ഉത്തരം: 12,000 ക്യൂസെക്സ്. തമിഴ്നാട്ടിലെ കുറുവായ കൃഷി ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് CWMA ഈ അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. മതിയായ മഴ ലഭിക്കാത്തതിനാൽ സ്വന്തം ജലസംഭരണികളിൽ ആവശ്യത്തിന് വെള്ളമില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി കർണാടക ഈ നിർദ്ദേശത്തെ എതിർത്തിരുന്നു. എന്നാൽ ഈ തർക്കത്തിലാണ് അതോറിറ്റിയുടെ ഉത്തരവ് കർശനമായി പാലിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ചോദ്യം 8.
2026 ഓഗസ്റ്റ് 18 പ്രഖ്യാപിച്ച ഡൽഹി ലക്ഷ്മി യോജന പ്രകാരം അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം എത്ര രൂപ ധനസഹായം ലഭിക്കും? ഉത്തരം 2500 രൂപ. അർഹത 21 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾ. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുക. 2026-27 ബജറ്റിൽ 5110 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. ചോദ്യം 9. ഡൽഹി ലക്ഷ്മി യോജനയുടെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ത്രീകളുടെ എണ്ണം എത്ര? ഉത്തരം 17 ലക്ഷത്തിലധികം സ്ത്രീകൾ. 2026 ഓഗസ്റ്റ് 1 ആരംഭിച്ച പോർട്ടൽ വഴി ആദ്യ 10 ദിവസത്തിനുള്ളിൽ തന്നെ 5.92 ലക്ഷത്തിലധികം സ്ത്രീകൾ അപേക്ഷ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ആദ്യ ഗഡുവായ 2500 രൂപ ഓഗസ്റ്റ് 28 രക്ഷാബന്ധൻ ദിനത്തിൽ അർഹരായ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ചോദ്യം 10. 2026 ഓഗസ്റ്റ് 18 INS ഇംഫാൽ സന്ദർശിച്ച ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഏത് രാജ്യത്തായിരുന്നു? ഉത്തരം ഒമാൻ. ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒമാനിലെ മസ്കത്തിലുള്ള സുൽത്താൻ കാബൂസ് തുറമുഖത്ത് പോർട്ട് സുൽത്താൻ കബൂസ് അടുപ്പിച്ച സമയത്താണ് മസ്കത്തിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള 200-ലധികം വിദ്യാർത്ഥികൾ INS ഇംഫാൽ സന്ദർശിച്ചത്. ചോദ്യം 11. INS ഇംഫാൽ ഏത് വിഭാഗത്തിൽപ്പെട്ട യുദ്ധക്കപ്പലാണ്? ഉത്തരം തദ്ദേശീയമായി നിർമ്മിച്ച സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ. വിശാഖപട്നം ക്ലാസ് പ്രോജക്ട് 15B സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ വിഭാഗത്തിൽപ്പെട്ട യുദ്ധക്കപ്പലാണ്. മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് MDL നിർമ്മിച്ച് ഇന്ത്യൻ നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്തതാണ് ഈ യുദ്ധക്കപ്പൽ. 2023 ഡിസംബർ 26 ഔദ്യോഗികമായി നാവികസേനയുടെ ഭാഗമായി. ചോദ്യം 12. 2026 ഓഗസ്റ്റ് 18 രാജ്യവ്യാപകമായി നാഷണൽ മാസ് പ്ലെഡ്ജ് അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് സംഘടിപ്പിച്ചത് ഏത് പദ്ധതിയുടെ 6ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ്? ഉത്തരം നശാ മുക്ത് ഭാരത് അഭിയാൻ. ചോദ്യം 13. നശാ മുക്ത് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട ലഹരി വിമുക്തി ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഉത്തരം 144446. ചോദ്യം 14. 2026 ഓഗസ്റ്റ് 18 BJPയുടെ പുതിയ ദേശീയ ഭാരവാഹി ടീമിൽ ട്രഷററായി നിയമിക്കപ്പെട്ടത് ആര്? ഉത്തരം പീയൂഷ് ഗോയൽ. അദ്ദേഹത്തിന്റെ പിതാവ് വേദ് പ്രകാശ് ഗോയലും BJP ദേശീയ ട്രഷററായിരുന്നു. ജോയിന്റ് ട്രഷറർ രാജസ്ഥാനിൽ നിന്നുള്ള രാജേഷ് മംഗൾ. ജനറൽ സെക്രട്ടറി BL സന്തോഷ്. ഓർഗനൈസേഷൻ സ്മൃതി ഇറാനി, ബിപ്ലവ് കുമാർ ദേവ് തുടങ്ങിയവർ. ചോദ്യം 15. 2026 ഓഗസ്റ്റ് 18 BJPയുടെ ദേശീയ സംഘടനാ പുനഃസംഘടനയിൽ തിരിച്ചെത്തിയ പ്രമുഖ നേതാക്കളിൽ ഒരാൾ ആര്? ഉത്തരം സ്മൃതി ഇറാനി. താങ്ക് യു ഫോർ വാച്ചിങ്.